ജോലി കഴിഞ്ഞ് റൂമിൽ പോലും പോവാണ്ട് നേരെ ടൗണിലേക്ക് പോവാണ്. ഒരു പ്ലാനും ചെയ്തിട്ടില്ല, എങ്ങോട്ടാ പോകണ്ടേ, എന്താ കഴിക്കണ്ടേ, ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ദിക്കില്ലാണ്ട് നടന്ന് ലാസ്റ്റ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ചടുത്തെത്തി. അപ്പോൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് തന്നെ പോവാന്ന്. ആദ്യമായിട്ടാണ് ഞാൻ നടന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. നടക്കുമ്പോഴാണല്ലോ നമ്മൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ. കമ്മൽ വിൽക്കാനായിട്ട് കുറേ ചേട്ടന്മാർ സൈഡിലിരിക്കുന്നുണ്ട്. വഴിയോര കച്ചവടക്കാരാണെങ്കിലും നല്ല വില കുറവിന് അത്യാവശ്യം കുറേ ടൈപ്പ് ഓഫ് കമ്മലുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ചാട്ട് കഴിക്കാനാണ് പോയത്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ദഹിപൂരിയാണ്. നമ്മൾ തൈരൊക്കെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ച അസല് ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ കൂടെയുള്ള ടീംസിന് ഈ ഐറ്റം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു തീർത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് ഇതുവരെ എത്തിയില്ലല്ലോ. ഇതൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ നടന്ന് നമ്മുടെ ശ്രീ പത്മനാഭൻ്റെ അടുത്തെത്താറായി കേട്ടോ. ദൂരത്തുനിന്ന് കാണാനായിട്ട് എന്ത് രസമല്ലേ. ഞാനൊക്കെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. സൈഡിൽ പായസം പോലും കിട്ടുന്ന കടയുണ്ട്. എന്നാലും ദഹിപൂരി കഴിച്ചുകൊണ്ട് വീണ്ടും ഇപ്പം തന്നെ ഒരു മധുരം കഴിക്കാനായിട്ടുള്ളൊരു മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അടുത്ത് നമുക്കുള്ളിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. കുറേ പേര് അവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടെ ഇരുന്ന് കുറേ എന്തൊക്കെയോ ലോകകാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ. ഒന്നും പ്ലാൻ ചെയ്യാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ചർച്ച എവിടെ പോയി ഫുഡ് കഴിക്കും, എന്ത് ഫുഡ് കഴിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ഹോട്ടൽ കുമാറിലേക്ക് പോകാമെന്ന്. അവിടുത്തെ ബീഫും പൊറോട്ടയും അടിപൊളിയാണെന്ന് ആരോ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ചർച്ചയൊക്കെ ചെയ്തിരുന്ന് ഞങ്ങൾ അടുത്ത ഊബർ ബുക്ക് ചെയ്തു ഹോട്ടൽ കുമാറിലേക്ക് കേട്ടോ. 62 രൂപയും കണ്ടാണ് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഓട്ടോ വന്നു. കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഹോട്ടൽ കുമാറിലേക്ക് പോവാണ്. പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും പൊറോട്ടയും ബീഫും തന്നെയാണ് ഞങ്ങളുടെ മൈൻഡിലുള്ളത്. പിന്നെ ഇതാണ് ഹോട്ടൽ കുമാർ കേട്ടോ. then ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ എന്നിട്ട് ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ നടന്ന് ഞങ്ങളുടെ സീറ്റ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കേട്ടോ. ദെൻ ഞങ്ങൾ പൊറോട്ടയും നല്ല ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ നല്ല ബീഫ് പെരട്ടും ഓർഡർ ചെയ്തു കേട്ടോ. അതും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ബീഫ് പെരട്ടാണ് വന്നത്. ഞാൻ ബീഫ് പെരട്ടെടുത്ത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്പൈസി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊറോട്ടയും ബീഫ് എന്ന് പറയുന്നത് ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ആണല്ലോ, ഞാൻ മുന്നും അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബീഫ് റോസ്റ്റും വന്നു. ഒരു രക്ഷയില്ല, നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഫുൾ അങ്ങോട്ട് വാരി കഴിക്കാൻ തോന്നും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് നല്ലൊരു കട്ടൻ കാപ്പിയും. ഞാനാണെങ്കിൽ പാൽച്ചായയും പാൽക്കാപ്പിയും ഒന്നും കുടിക്കൽ കുറവാണ്, അതുകൊണ്ട് നമുക്കെപ്പോഴും നമ്മുടെ കട്ടൻ കാപ്പി മതി. അത് കഴിഞ്ഞ് അടുത്ത ഊബർ ബുക്ക് ചെയ്ത് റൂമിലേക്ക് നടന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്നേക്കാളും നന്നായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഒപ്പമുണ്ട്. ആളുടെ വ്ളോഗിങ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഹായ് ഗായ്സ്, ഒരു ലോങ് ഡേ ആയിരുന്നു. ചെരുപ്പ് വാങ്ങാൻ പോയി. പിന്നെ ഇങ്ങോട്ട് പോയാൽ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി. പോകുന്ന വഴിയിൽ മറ്റേ ബജ്രംഗ് ചാട്ട്സ് ഉണ്ടായിരുന്നു. ലൈറ്റ് ഇല്ലല്ലേ, സോറി, നെക്സ്റ്റ് ടൈം ഞാൻ ശ്രദ്ധിക്കാം. പിന്നെ ബജ്രംഗ് ചാട്ട്സ് പോയിട്ട് ചേച്ചി ദഹിപൂരി കഴിക്കാമെന്ന് പറഞ്ഞു. ഐ ഹാവൻറ്റ് ട്രൈഡ് ഇറ്റ് യെറ്റ്, സോ I tried, but I didn't like, to be honest. പേടിച്ചു. അതിന് ശേഷം പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് കുമാർ കഫേയിലായിരുന്നു ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ജസ്റ്റ് സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് മലയാളീസ് പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു, കഴിച്ചു. എന്താ ഗൈസ്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് വീടിന്റെ ആധാരം പണയം വെക്കണമെന്ന് തോന്നുന്നു. കയ്യിലെ പൈസ എല്ലാവരും കാണുന്നത് കൊണ്ട് പിന്നെ ആരാ പറയുന്നതെന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ശീതളിന് ഇരുട്ട് പേടിയാണ്. സോ വി ഹാവ് ടു ഡ്രോപ്പ് ഹർ ഓഫ് അറ്റ് ഹർ ഹോസ്റ്റൽ. സോ വി ആർ ഗോയിങ്. ഒട്ടും ലൈറ്റ് ഇല്ലല്ലേ. ഐ തോട്ട് ഐഫോണിന് മറ്റേ നൈറ്റ് മോഡൊക്കെ ഉണ്ടാവുന്നു. അപ്പം എല്ലാവരും വ്ളോഗിങ് ഒക്കെ കേട്ടല്ലോ. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി മുടിയൊക്കെ കെട്ടി. എൻ്റെ നൈറ്റ് റൂട്ടീൻ ഓൾറെഡി നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പം ശരി കേട്ടാ.